സ്റ്റാർ മാജിക്കില് ഇനി നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്കാണ് പോണേ. അപ്പോ ആദ്യം തന്നെ ഗെയിമിന്റെ പേര് പറയാം. ആ പേര് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പേര് പറഞ്ഞോട്ടെ, അങ്ങോട്ട് സജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ക്ലിപ്പോ പ്ലിക്കോ ആയിരിക്കൂലേ? വേറെന്തോന്ന് എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കൊല്ലം നീ വീട്ടിൽ ഇരുന്നാ ഓർമ്മ നിനക്ക് വേണം. സ്റ്റാർ മാജിക്കില് നമ്മളിനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സ്റ്റിക്കിലോ ക്ലിപ്പിലോ. അപ്പൊ സ്റ്റിക്കിലോ ക്ലിപ്പിലോ എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. ഈ ടീമിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരും. ഓക്കെ, ഓക്കെ. ഈ ടീമിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വരൂ. ക്ലൈമാക്സ് വിളിച്ചു. ഓക്കെ, അപ്പൊ സ്റ്റിക്കിലോ ക്ലിപ്പിലോ എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. രണ്ട് ടീം ഒരു സെറ്റ് ആയിരിക്കും, ഈ ടീമും സെറ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് തിരിയൂ. ഓ ഭയങ്കര ബുദ്ധി. ഓക്കെ, അപ്പോൾ നിങ്ങളെ നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആണ് നിർത്തുക. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ മൂക്കിലും അവിടെ രണ്ടുപേരുടെ മൂക്കിലും ഒരു ക്ലിപ്പ് നമ്മളിങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആകാരം കൂടും. എന്നിട്ട് ഇവരെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നിന്നിട്ട് മാക്സിമം ഓരോ ക്ലിപ്സും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് ക്ലിപ്സ് റിലീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോസിൽ വെച്ചിട്ടുള്ള ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ടീമിന്റെ ഒരാളുടെ ചെവിയിൽ കൊണ്ടുവയ്ക്കാം. നമ്മളിപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ദിനേശിന്റെ ഭാഗത്ത് ഓണത്തുമ്പിയോ? നിങ്ങൾ കൈ ഹോൾഡ് ചെയ്യണം ടീമേ. സുമേ കൈ ഹോൾഡ് ചെയ്യണം. ആരും പറഞ്ഞു കൊടുക്കരുത്. എടാ വിജയിലെ തെരിയിലെ വില്ല നിക്കണ കാണിക്കണടാ. അയ്യോ, ഒരാളുടെ പോയാൽ മതി. കംപ്ലീറ്റ് ഒരാളുടെ പോയാൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ സ്റ്റിക്കിലോ ക്ലിപ്പിലോ എന്ന് പറഞ്ഞ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ സുമയും ജിഷ്ണും കൂടിയിട്ടാണ്. തങ്കുന് കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന് ലുക്ക് എന്നാന്ന് പറയുമ്പോ റാംജി റാവു സ്പീക്കിങ്ങിലെ വിജയരാഘവൻ ചേട്ടൻ കൊച്ചിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇരിക്കുക. ആ ലുക്ക് ഉണ്ട് കറക്റ്റ് ആയിട്ട് ശരിക്കും. അപ്പൊ അടുത്ത രണ്ടുപേര് പോരൂ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. ജസീല, ഡയന, ഓൾ ദ ബെസ്റ്റ് ആൻഡ് Count down, please. 3, 2, 1. കൈ രണ്ടുപേരും കൈ ഹോൾഡ് ചെയ്യണം. ഫൗളാ ഫുൾ കൈ കൊണ്ടാ ചെയ്തോണ്ടിരിക്കണേ. അത് കുട്ടിത്തം അല്ലേ, വിട്ടുകളാ കുട്ടിത്തം. ബിനിച്ചേട്ടൻ പറയാ പതുക്കെ മതിയെന്ന്. രണ്ടര കൂടെ ഉള്ളു. ഞാൻ രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ എന്റെ മുതുകിലാണ് ഇത് കൊണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അനു നിന്ന് കൊടുത്താ മതി. യെസ് ജസീല. വെൽക്കം ടു ദി ഗ്ലാഡ് മീറ്റ് യു. കൺഗ്രാറ്റുലേഷൻസ് ടു ജസീല ആൻഡ് ഡയന. ഗുഡ് ജോബ്. അപ്പൊ ഈ ടീമിലേക്ക് പോയിന്റ് പോയിരിക്കുകയാണ്. അപ്പൊ 1-1 നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഈ ഫൈനൽ റൗണ്ടിൽ ഇവർ എങ്ങനെ കളിക്കണമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ആരാ ജയിച്ച് ആരാ മനസ്സിലാക്കാം. അപ്പോ എല്ലാരും റെഡിയാണ്. തങ്കുന് മാത്രം ചെറിയൊരു എക്സ്ക്യൂസ് ഉണ്ട്. തങ്കുന്റെ ആരോ പിടിച്ചിങ്ങനെ ഇടിച്ചിട്ട് മൂക്ക് ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തങ്കു മൂക്ക് ഇത്തിരി പ്ലിങ് ആയിട്ടിരിക്കുക. അത് കാരണം പാളത്തിലൂടെ വണ്ടി പോയി. അത് കാരണം തങ്കുന് മാത്രം ചെവിയിൽ വെക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ഉണ്ട്. ശരി, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. തങ്കു ഓക്കെ അല്ലേ? നമ്മളിതാ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ. Count down, please. 3, 2, 1.
ആരും ഹെൽപ്പ് ചെയ്യൂ. ആ അത് തന്നെ കൊള്ളാം. ഐശ്വര്യക്ക് ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുന്ന ഒരു ഫീലാണ്. ഇത് കള്ളുകുടിയന്മാര് തങ്കച്ചന്റെ സോങ് ഇട്ടോ. തങ്കച്ചൻ റൂട്ട് മാറി ഇരിക്കുകയാണ്. ഓ തങ്കച്ചൻ കിടക്കാൻ മാത്രം ഇങ്ങനെ നിന്ന് കൊടുക്കണ. വെണ്ടൻ പ്രായാധിക്യമുള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല തങ്കുവിന്. ബനിയും പിടിച്ച് വലിച്ചു വെച്ചാണ് ക്ലിപ്പ് വീഴാൻ കൈ ഇവിടെ അകത്താ. ഇതെന്താ സംഭവത്ത്? ബ്രില്യന്റ് പ്ലേ. തങ്കു 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 ഇത് സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് ചാടി കയറണ. ജസീല തീർക്കൂല. തങ്കുവിനോടൊരു ഇന്റർവ്യൂ ചോദിക്കും ഏത് ദിവസമാണ് ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ദിവസം എന്ന് പറയും. ഓ വല്യമ്മമാര് പുറം ചൊറിയാൻ നിക്കണ അന്നാ ചാക്കോ. മുടി വെച്ച് കാണിക്കാൻ പറ്റൂല. പോയി ഫൈനലി തങ്കുന് വിസ്മയി. തങ്കു ഇല്ലാന്നൊക്കെ ഗെയിം കണ്ടിന്യൂ. ബ്രില്യന്റ് പ്ലേ. തങ്കുന് പക്ഷെ ഭയങ്കര വിഷമാട്ടോ ഗെയിം ഇത്ര പെട്ടെന്ന് തീർത്തേല്. തങ്കുവേ ആര്യവൈദ്യശാലയിൽ തിരുമിക്കാൻ പോകാനിരുന്നതാണ്. ഇങ്ങനെ അങ്ങ് ഒത്ത് ടോട്ടൽ നമ്മള് പോയിന്റ്സ് എടുത്ത് നോക്കുമ്പോ ബിൻചേട്ടാ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് തന്നെ. അതായത് ഈ ഒരു ഗെയിം കഴിയുമ്പോഴും തോറ്റിട്ടുള്ളത് ബിനുവടിമാലി ടീം, ജയിച്ചിട്ടുള്ളത് തങ്കച്ച ബിദ്രാൻ ടീം.